എല്ലാവർക്കും നമസ്കാരം. ഞാൻ CBSEയുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. CBSE പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. എന്നാൽ കുട്ടികൾക്ക് വളരെയധികം പരാതികളും സങ്കടങ്ങളും ഒക്കെയുണ്ട്. രക്ഷിതാക്കൾക്കും സംശയങ്ങളുണ്ട്. എന്താണ് CBSEയുടെ ഗ്രേഡിംഗ് സിസ്റ്റം എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് വിവരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം പോലെ അല്ല CBSE സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 10ാം ക്ലാസ്സിലല്ലാതെ ഒരു കുട്ടി, ബോർഡ് എക്സാം അല്ലാതെ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഗ്രേഡിംഗ് സിസ്റ്റം 91 മാർക്കിന് മുകളിൽ 100 വരെയുള്ള മാർക്കിന് ആ കുട്ടിക്ക് A1 കിട്ടും. അതുപോലെ തന്നെ 81 മാർക്ക് മുതൽ 90 മാർക്കിനുള്ളിൽ വരുന്ന കുട്ടിക്ക് A2 ഗ്രേഡ് കിട്ടും. അതിനപ്പുറം B1 ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് 71 മുതൽ 80 മാർക്ക് വരെ കിട്ടുന്ന കുട്ടിക്ക് B1 ഗ്രേഡ് കിട്ടും. B ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് 61 മാർക്ക് മുതൽ 70 മാർക്ക് വരെ കിട്ടുമ്പോഴാണ് B ഗ്രേഡ് കിട്ടുക. C1 കിട്ടുന്ന കുട്ടികൾക്ക് 51 മുതൽ 60 മാർക്ക് വരെ ആ റേഞ്ചിൽ വരുന്ന കുട്ടിക്ക് C1 കിട്ടുകയും, അതുപോലെ തന്നെ C2 കിട്ടുന്ന കുട്ടിയുടെ മാർക്കിംഗ് റേഞ്ച് 41 മുതൽ 50 വരെ ആയിരിക്കും, 50 മാർക്ക് വരെ ആയിരിക്കും. ഇപ്രകാരം 8 രീതിയിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റമാണ് CBSE പൊതുവെ അക്കാഡമിക്കിൽ ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ ബോർഡ് എക്സാം വരുമ്പോഴേക്കും ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഒന്ന് പതുക്കെ മാറാറുണ്ട്. അത് പൊസിഷണൽ ഗ്രേഡിംഗ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ആകും. എന്ന് വെച്ചാൽ ആകെ എഴുതുന്ന കുട്ടികളിൽ നിന്നും പാസ്സാകുന്ന കുട്ടികളുടെ ഒരു കണക്കെടുത്തിട്ട് ആ ആകെ പാസ്സാകുന്ന കുട്ടികളെ 8 കൊണ്ട് ഭാഗിച്ചിട്ട് 8 വന്നത് കാണത് വരുന്നത് A1, A2, B1, B2, C1, C2, ദെൻ D1, D2 എന്ന ആ കണക്കനുസരിച്ചിട്ട് 8 ഗ്രേഡുണ്ട്. അതായത് ടോട്ടൽ പാസ്സാകുന്ന കുട്ടികളെ 8 കൊണ്ട് ഭാഗിച്ചു വരുന്ന ആ രീതിയിലാണ് ഗ്രേഡിംഗ് എടുക്കുക. എന്ന് പറഞ്ഞാൽ ടോപ്പിൽ വരുന്ന 18 കുട്ടികളെ, അതായത് ഭാഗത്തിൻ്റെ 8 ഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് A1 ഗ്രേഡും, രണ്ടാമത് വരുന്ന 18 ഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് A2 ഗ്രേഡും, മൂന്നാമത് വരുന്ന കുട്ടികൾക്ക് 18 ഭാഗത്തിൽ വരുന്ന 1, അതായത് ടോട്ടൽ കുട്ടികൾ 8 ഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് B1 ഗ്രേഡും. ഈ രീതിയിലാണ് ഗ്രേഡിംഗ് സിസ്റ്റം കൊടുക്കുക. അതിൻ്റെ അർത്ഥം ടോട്ടൽ കുട്ടികളുടെ റാങ്കിനനുസരിച്ചിട്ടാണ് ഈ ഗ്രേഡിംഗ് വരിക. അപ്പോൾ ടോട്ടൽ നമുക്കറിയാം 5 വിഷയങ്ങളാണുള്ളത്. 2 ലാംഗ്വേജും 3 സബ്ജക്റ്റും, അതായത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ എന്തുമായിക്കോട്ടെ. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകൾ മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. വീണ്ടും എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഒരു അഡീഷണൽ സബ്ജക്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 വിഷയമുണ്ടെങ്കിൽ പോലും ആയിരിക്കും ആ ടോട്ടൽ എഴുതി പാസ്സാകുന്ന കുട്ടികൾ ഒതാത് വിഷയങ്ങളിൽ വാങ്ങിയിട്ടുള്ള മാക്സിമം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ക്രൈറ്റീരിയ നിശ്ചയിക്കുക. ആ ക്രൈറ്റീരിയ നിശ്ചയിക്കുമ്പോൾ അവർ പാലിക്കുന്നത് 8 കൊണ്ടുള്ള ഡിവിഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം 20 ലക്ഷത്തോളം കുട്ടികൾ, ഏകദേശം 20 ലക്ഷത്തോളം കുട്ടികൾ ഈ വർഷം ക്വാളിഫൈ ആയി. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമുക്കെടുക്കാം ഇംഗ്ലീഷിൻ്റെ ഒരു മാർക്ക് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ വരും. അപ്പോൾ ടോപ്പിലുള്ള 2.5 ലക്ഷം കുട്ടികളിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് വരെ വന്നിരിക്കുന്ന ആ കുട്ടിക്ക് എത്ര മാർക്കുണ്ട്, അതായിരിക്കും അതിൻ്റെ ആ വിഷയത്തിൻ്റെ A1 ഗ്രേഡിൻ്റെ ക്രൈറ്റീരിയ. അങ്ങനെയാണ് ഓരോ വർഷവും ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ഗ്രേഡിംഗ് ക്രൈറ്റീരിയകൾ വരുന്നത്. കുട്ടികൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ബുദ്ധിമുട്ടുണ്ടാകേണ്ട യാതൊരു വിഷയമില്ല. നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം ഓൾ ഇന്ത്യ ലെവൽ, അതിൽ നിന്നും ടോപ്പ് വരുന്ന കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗ്രേഡിംഗ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് 8 അല്ലെങ്കിൽ B1 ഗ്രേഡ് വന്നതോ അത് തികച്ചും പുറകോട്ട് പോയിട്ടാണ് എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ 98 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഈ വർഷം മലയാളത്തിൽ A2 ആണ് ലഭിച്ചത് എന്ന് വിചാരിച്ച് ആ കുട്ടിക്ക് അതിനുള്ള A1 യോഗ്യത ഇല്ല എന്നല്ല അർത്ഥം. ആ കുട്ടിയുടെ ടോട്ടൽ മൊത്തത്തിലുള്ള കുട്ടികളുടെ റാങ്ക് അനുസരിച്ച് നോക്കുമ്പോൾ ആ കുട്ടി 2ാമത്തെ സ്റ്റേജിലാണ് വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയ ഒരു ക്വാളിറ്റിയുടെ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ഒരു അളവുകോൽ തന്നെ ഈ CBSEയുടെ പൊസിഷണൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിൽ കുട്ടികൾക്ക് A1 കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്തയോ ഒരു ദുഃഖമോ ആവശ്യമില്ല. കുട്ടി ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടാണ് ആ ഗ്രേഡിംഗ്
നേടുന്നതെന്നും ആ കുട്ടിയുടെ മാർക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു റാങ്കിങ് സിസ്റ്റത്തോട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രം മതി. വാസ്തവത്തിൽ A1 എന്നുള്ള ക്രൈറ്റേരിയ അതുകൊണ്ട് തന്നെ CBSE പൊസിഷണൽ ഗ്രേഡാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് നല്ലതാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും മുന്നോട്ടുള്ള പഠനത്തിനുള്ള എല്ലാവിധ വിശ്വസും ഞാൻ നേർന്നുകൊള്ളുന്നു. താങ്ക് യു.